എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭരണഘടനയായി റിലേറ്റ് ചെയ്ത് PSC ബുള്ളറ്റിനിൽ വന്നിട്ടുണ്ടായിരുന്ന 50 ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളുമാണ്. അപ്പോൾ നേരെ നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഓക്കെ, 4 പ്രസ്താവനകളുണ്ട് കേട്ടോ. ഓരോന്ന് നോക്കാം നമുക്ക്. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ഉറപ്പുവരുത്തുന്നു. മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളുന്നു. അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം എന്നത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട ആശയമാണ്. ഓക്കെ, നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഇതൊക്കെയാണ് ശരിയായിട്ടുള്ളത്. എല്ലാം ശരിയാണല്ലേ? അതെ, 4 പ്രസ്താവനകളും ശരിയാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? BR അംബേദ്കർ ആയിരുന്നു. സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ഇത് ഉറപ്പു നൽകുന്നുണ്ട്. ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി അല്ലേ? പിന്നെയോ മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ അല്ലേ ഉൾക്കൊള്ളുന്നുണ്ട്. പിന്നെ അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം, അത് ഏതാണ്? അനുച്ഛേദം 22 അത് പറയുന്നുണ്ട് അല്ലേ? സ്വാതന്ത്ര്യത്തിനുള്ള മൗലികാവകാശത്തിൻ്റെ ഭാഗമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ്? എല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം, ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സാമ്പത്തിക രാഷ്ട്രീയ പരിപാടികൾ ഗവൺമെൻറ് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ഓക്കെ, ഭാഗം ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് ഏത് ഭാഗമാണ് വരുന്നത്? മൗലിക കർത്തവ്യങ്ങൾ, കടമകൾ, നിർദ്ദേശക തത്വങ്ങൾ ഇവയൊന്നുമല്ല. ഏതാ വരിക? നിർദ്ദേശക തത്വങ്ങൾ അല്ലേ? ഭരണഘടനയുടെ 4-ാം ഭാഗത്തിൽ അനുച്ഛേദം 36 മുതൽ 51 വരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏതാണ്? നിർദ്ദേശക തത്വങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അതിൽ ഇന്ത്യ ഒരു ക്ഷേമരാഷ്ട്രമായി മാറ്റാൻ ലക്ഷ്യമിടുന്നുണ്ട്. അടുത്തത്, താഴെ പറയുന്നവരിൽ ഏത് വനിതയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗമായി പ്രവർത്തിച്ചത്? ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗമായി പ്രവർത്തിച്ചത് ആരാണ്? ദാക്ഷായണി വേലായുധനാണ് അല്ലേ? ദാക്ഷായണി വേലായുധൻ. പിന്നെ ഇത് കൂടാതെ ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ എന്നിവരൊക്കെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു കേട്ടോ, ഓർത്തിരിക്കാം. ഇനി ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ 26 അല്ലേ? അതെ, 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിന് അല്ലേ? അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നവംബർ 26 ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത്. 2015 മുതലാണ് ഇത് ഔദ്യോഗികമായി ആചരിച്ച് തുടങ്ങിയത്, ഓർത്തിരിക്കും. അടുത്ത ചോദ്യം, ഭരണഘടനയിലെ ഏത് അനുച്ഛേദ പ്രകാരമാണ് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം വിളിക്കുന്നത്? സംയുക്ത സമ്മേളനം ഏത് അനുച്ഛേദ പ്രകാരമാണ് വിളിക്കുന്നത്? ജോയിൻറ്റ് സിറ്റിംഗ് ഏതാണ്? ആർട്ടിക്കിൾ 108 ആണ് കേട്ടോ. 110 എന്തായിരുന്നു? മണി ബിൽ അല്ലേ? ദെൻ 112 ബജറ്റിനെ പറ്റി പ്രതിപാദിക്കുന്നത്. ഓക്കെ, അടുത്തത്, രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ദ്രൗപദി മുർമുവിനെതിരെ മത്സരിച്ചത് ആരായിരുന്നു? 2022 15ാമത് ഇന്ത്യൻ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ദ്രൗപദി മുർമുവിനെതിരെ പ്രതിപക്ഷത്തിൻ്റെ സംയുക്ത സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ആരായിരുന്നു? യശ്വന്ത് സിൻഹയായിരുന്നു കേട്ടോ, യശ്വന്ത് സിൻഹ. അടുത്ത ചോദ്യം, അടുത്തത് 2 ലിസ്റ്റുകളുണ്ട്, അതെന്ത് ചെയ്യാം? മാച്ച് ചെയ്യാം. നമുക്ക് നോക്കാം. ലിസ്റ്റ് 1 ആർട്ടിക്കിൾ 371, 371A, 371B, 371I. ലിസ്റ്റ് 2 നാഗാലാൻഡ്, ഗുജറാത്ത്, ആസാം, ഗോവ. എങ്ങനെ നമുക്കിതിന് യോജിപ്പിക്കാം? 371 എന്ന് പറയുന്നത് ഗുജറാത്ത്. ഓക്കെ, 371 ഗുജറാത്ത്, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങൾക്കുള്ള പ്രത്യേക വ്യവസ്ഥകളാണ് പറയുന്നത്. 371A വരുന്നത് നാഗാലാൻഡാണ്. 371B വരുന്നത് ആസാമും, ഐയിൽ വരുന്നത് ഗോവയുമാണ്. ഓക്കെ, അടുത്തത്, ധാരാളം മതങ്ങളുള്ള ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തെ ഗവൺമെൻറ്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്വത്തിൻ്റെ അധിഷ്ഠിതമല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭരണഘടന മതേതരത്വ സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ്. ഇത് ആരുടെ പ്രസ്താവനയാണ്? ആരുടെയാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ അല്ലേ? ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രസ്താവനയാണ് കേട്ടോ. അടുത്ത ചോദ്യം,
പിംഗലി വെങ്കയ്യ എന്ന പേര് താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദേശീയ പതാക, ദേശീയ ഗാനം, ഇന്ത്യൻ ഭരണഘടന, സുപ്രീം കോടതി. ഏതാണ്? ദേശീയ പതാക അല്ലെ. ദേശീയ പതാക രൂപകൽപ്പന നിർവഹിച്ചത് ആരാണ്? പിംഗലി വെങ്കയ്യയാണ് ദേശീയ പതാകയുടെ ശില്പി എന്നറിയപ്പെടുന്നത്. ഇനി ഓർഡിനൻസ് പുറപ്പെടുവിക്കുവാൻ ഗവർണർക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ഓർഡിനൻസ് ആർക്ക്? ഗവർണർക്ക് അനുവാദം നൽകുന്ന, അധികാരം നൽകുന്ന അനുച്ഛേദം ഏതാണ്? 213 കേട്ടോ. അധികാരം നൽകുന്നത് 213. 123 ആർക്കാണ്? അത് രാഷ്ട്രപതിക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകുന്നതാണ് 123. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഏത് വകുപ്പാണെന്ന് നോക്കിയേ. ഞാൻ എന്നിട്ട് നേരെ ആൻസർ പറയാം. ഏതാണ്? പറഞ്ഞോട്ടെ. ഓപ്ഷൻ ഡി ആണ്, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. ഓക്കെ, അത് അനുച്ഛേദം ഏതാണ്? 32. അനുച്ഛേദം 32ലാണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് വരുന്നത്. ഓക്കെ, മന്ത്രിമാരുടെ കൗൺസിലിൻ്റെ വലിപ്പം, മന്ത്രിമാരുടെ കൗൺസിൽ അതിൻ്റെ വലിപ്പം അംഗങ്ങളുടെ 15% പരിമിതപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഏത് ഭേദഗതിയിലൂടെയാണ് കേന്ദ്രത്തിലെയും സംസ്ഥാനങ്ങളിലെയും മന്ത്രിസഭയുടെ ആകെ വലിപ്പം യഥാക്രമം ലോകസഭയിലെയും നിയമസഭയിലെയും ആകെ അംഗങ്ങളുടെ 15% കൂടരുത് എന്ന് നിജപ്പെടുത്തിയത്? ഏത് ഭേദഗതിയിലൂടെയാണ്? ഏതാണ്? 91 ഭേദഗതി. 2003 91ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് കേട്ടോ. 101 ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടതാ? 101 അത് GST കേട്ടോ. GSTയുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അടുത്ത ചോദ്യം, പ്രാദേശിക ഗവൺമെൻറ്റുകൾ ഏത് ലിസ്റ്റിൽ പെടുന്നു? പ്രാദേശിക ഗവൺമെൻറ് അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതൊക്കെ ഏത് ലിസ്റ്റിലാണ് പെടുന്നത്? സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. ഓപ്ഷൻ എ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് കേട്ടോ പെടുന്നത്. മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? മൗലിക കർത്തവ്യങ്ങൾ ഏതാ? 4A-ലാണല്ലേ. 1976 42ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. ഇപ്പോൾ ഭരണഘടനാ ഭാഗം 4A 4A ആണ്. അനുച്ഛേദം ഏതാണ്? അത് 51A അല്ലേ. 51A ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള സംസ്ഥാനങ്ങൾ ഏവാ? ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള സംസ്ഥാനങ്ങൾ ഏവാ? ഏതാണ്? ആൻസർ പറയുവാണേ ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം അല്ലേ. നിലവിൽ ഇന്ത്യയിൽ 6 സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമസഭകൾ ഉള്ളത്. അതായത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ, വിധാൻ പരിഷത്ത് അല്ലേ. ഏതൊക്കെയാണ്? ഉത്തർപ്രദേശ്, ദെൻ മഹാരാഷ്ട്ര, ബീഹാർ, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന. അപ്പോൾ ഓപ്ഷനുകളിൽ നൽകിയിട്ടുള്ള എല്ലാത്തിലും എന്തുണ്ട്? ലെജിസ്ലേറ്റീവ് കൗൺസിലുണ്ട്. ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് ആര്? ഹൈക്കോടതി ജഡ്ജിയെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റ് അല്ലേ. ഭരണഘടനയുടെ അനുച്ഛേദം 217 പ്രകാരം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും മറ്റ് ജഡ്ജിമാരെയും നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ്. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലയിൽ ഉൾപ്പെടാത്ത തിരഞ്ഞെടുപ്പുകൾ ഏവ? ഉൾപ്പെടാത്തതാണ്. ഏതാണ്? നമ്മൾ ഇന്നലെ പഠിച്ചതിലും ഉണ്ടായിരുന്നു. ഏതാണ്? ഓപ്ഷൻ ഡി, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അല്ലേ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഏതിൽ വരുന്നതല്ല? കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലയിൽ ഉൾപ്പെടാത്തതാണ്. ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ പാർക്ക് മഹാരാഷ്ട്രയിലെ എവിടെയാണ്? പൂനെ. മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് സ്ഥാപിതമായത് അല്ലേ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല ഏതാണ്? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത ചോദ്യം, ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിൽ വരാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ആൻസർ പറഞ്ഞോട്ടെ. നീതി ആയോഗാണ് കേട്ടോ. ഓപ്ഷൻ ഡി, നീതി ആയോഗ്. നീതി ആയോഗ് ഒരു നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് ബോഡിയാണ് നമുക്ക് പറയാം. എന്നാണത് നിലവിൽ വന്നത്? 2015 ജനുവരി 1 അല്ലേ. പ്ലാനിംഗ് കമ്മീഷന് പകരമായിട്ട് രൂപീകരിച്ചതാണ്.
ഇന്ത്യയിലെ പ്രഥമ അറ്റോർണി ജനറൽ ആരായിരുന്നു? പ്രഥമ അറ്റോർണി ജനറൽ MC സെതൽവാദ് അല്ലെ, MC സെതൽവാദ് ഓപ്ഷൻ എ ആണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോർണി ജനറൽ ആയിരുന്നു. അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത് രാഷ്ട്രപതി നിയമിക്കുന്നത് ഏത് അനുച്ഛേദ പ്രകാരമാണ്? 76 കേട്ടോ, അതുകൂടി ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ 20 ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞു. ഇനി ബാക്കി ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. അപ്പം അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഈ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അറിയിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ബ്രിട്ടീഷ് ഭരണകാലത്ത് കേന്ദ്രത്തിൽ ദ്വിമണ്ഡല നിയമസഭ സ്ഥാപിക്കാൻ വ്യവസ്ഥ ചെയ്ത നിയമം ഏതാണ്? ഓക്കെ, നിയമമാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാ വരിക? ഞാൻ ഓപ്ഷൻസ് വായിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് നോക്കുക, എന്നിട്ട് ആൻസർ നോക്കാം. ഓക്കെ, അങ്ങനെ പോരെ. ഓപ്ഷൻസ് വായിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പറഞ്ഞാൽ മതി. ഏതാണ്? ആക്ട് ഓഫ് 1919 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അല്ലേ, അല്ലെങ്കിൽ നമ്മൾ മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ അതുവഴിയാണ് കേന്ദ്രത്തിൽ ആദ്യമായി ഒരു കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്, ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നിവയടങ്ങുന്ന ദ്വിമണ്ഡല നിയമസഭ കൊണ്ടുവന്നത് കേട്ടോ. അത് ഓർത്തിരിക്കുക. ഇതെന്തായിരുന്നു? 1909 മുസ്ലിങ്ങൾക്ക് പ്രത്യേക വോട്ടവകാശം കൊണ്ടുവന്നു. അടുത്ത ചോദ്യം, അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ് കേട്ടോ. നോക്കൂ, ലെഫ്റ്റ് സൈഡ് ആദ്യം ഞാൻ വായിക്കാം. റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773, സബ്സിഡറി അലയൻസ് സിസ്റ്റം, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കൊമേഴ്സ്, ഓഗസ്റ്റ് ഓഫ്. റൈറ്റ് സൈഡിൽ മായോ, ലിൻലിത്കോ, വെല്ലസ്ലി, വാറൻ ഹേസ്റ്റിംഗ്. എങ്ങനെ നമുക്ക് മാച്ച് ചെയ്യാം? റെഗുലേറ്റിംഗ് ആക്ട് 1773 ആരുടെ കാലത്താണ് പാസ്സാക്കിയത്? വാറൻ ഹേസ്റ്റിംഗ്. ഓക്കെ, ദെൻ സബ്സിഡറി അലയൻസ് സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നത് വെല്ലസ്ലി പ്രഭുവാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ആരുടെ കാലത്താണ് രൂപീകൃതമായത്? മേയോ പ്രഭുവിൻ്റെ കാലത്ത്. ഓഗസ്റ്റ് ഓഫർ ലിൻലിത്കോ പ്രഭുവാണ് പ്രഖ്യാപിച്ചത് 1940. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്? ഓക്കെ, ശരിയായിട്ടുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നാലും വായിച്ചു നോക്കാം. ആദ്യം പറയുന്നത് എന്താണ്? ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. ദെൻ 1946 ഡിസംബർ 9 സഭ ആദ്യമായി സമ്മേളിക്കുകയും ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ താൽക്കാലിക പ്രസിഡന്റായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിലെ സെക്ഷൻ 8 ആണ് സഭ സ്ഥാപിച്ചത്. മുകളിൽ പറഞ്ഞവയല്ല. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ശരിയായിട്ടുള്ളതാണ്. ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ ബി ശരിയാണല്ലേ. ബാക്കി ഓപ്ഷൻ തെറ്റാവാൻ കാരണം എന്താണ്? ഇതിലെ അംഗങ്ങളെ, അതായത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ നേരിട്ടല്ല തിരഞ്ഞെടുത്തത്, മറിച്ച് പ്രവിശ്യ അസംബ്ലികളിലെ അംഗങ്ങൾ അല്ലെ പരോക്ഷമായി തിരഞ്ഞെടുക്കുകയായിരുന്നു. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ സിംബൽ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? മലയാളം വായിക്കാട്ടോ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഔദ്യോഗിക ചിഹ്നം എന്തായിരുന്നു? ഏതായിരുന്നു? അല്ലെങ്കിൽ മുദ്രയായിട്ട്, ഔദ്യോഗിക മുദ്രയായി സ്വീകരിച്ചത് എന്തായിരുന്നു? എലിഫൻ്റ്, ആനയായിരുന്നു കേട്ടോ. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയിലെ വിവിധ ആശയങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്തവയാണ്. താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയായ ജോഡി ചേർക്കുന്നവ ഏതാണ്? അപ്പോൾ ശരിയായിട്ടുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നോക്കിയേ, റൂൾ ഓഫ് ലോ USA, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ബ്രിട്ടൻ, കൺകറന്റ് ലിസ്റ്റ് ഓസ്ട്രേലിയ, ക്വാസി ഫെഡറൽ ഗവൺമെൻറ് കാനഡ. ഏതാ വന്നിരിക്കുന്നത്? ശരിയായിട്ടുള്ളത് ഏതാണ്? കൺകറന്റ് ലിസ്റ്റ് ഓസ്ട്രേലിയ കറക്റ്റാണ്. ദെൻ ക്വാസി ഫെഡറൽ സംവിധാനം കാനഡ, അതും കറക്റ്റാണ്. ബാക്കി നോക്കിയേ, റൂൾ ഓഫ് ലോ അഥവാ നിയമവാഴ്ച എവിടെ നിന്നുമാണ്? അത് ബ്രിട്ടനിൽ നിന്നാണ് അല്ലേ. ഫണ്ടമെൻ്റൽ റൈറ്റ്സോ, മൗലിക അവകാശങ്ങൾ, അത് USA. അപ്പോൾ ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം താഴെ പറയുന്നവയിൽ ഏതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്? ഏതാ വരിക? ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം അല്ലേ. 1946 എന്നാണ് ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ചരിത്രപ്രസിദ്ധമായ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ചെറിയ മാറ്റങ്ങളോടെ എന്തായി മാറിയത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറിയത്. പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ ഇന്ത്യൻ പാർലമെന്റിന് അധികാരം നൽകുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ്? പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ ഏതാണ് അനുച്ഛേദം? ആർട്ടിക്കിൾ 2 ആണ് കേട്ടോ. ആർട്ടിക്കിൾ 2. ആർട്ടിക്കിൾ 3 എന്തിനെ പറ്റിയിട്ടുള്ളതാണ്? അത് നിലവിലുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ അതിർത്തി മാറ്റുന്നതിനും പേര് മാറ്റുന്നതിനും ഒക്കെ ഉള്ളതാണ് കേട്ടോ. ആർട്ടിക്കിൾ 300A
ഭരണഘടനയിലെ അനുച്ഛേദം 300A സംരക്ഷിക്കുന്നത് എന്തിനെയാണ്? ഏതിനെയാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. അതായത് നിയമനിർമ്മാണ സഭയുടെ നടപടിക്കെതിരെയല്ല, മറിച്ച് എക്സിക്യൂട്ടീവ് നടപടിക്കെതിരെ മാത്രമുള്ള സ്വകാര്യ സ്വത്ത് സംരക്ഷണം. ഓക്കെ, അതായത് അനുച്ഛേദം 300A ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അനുച്ഛേദം 300A പ്രകാരം നിയമപരമായ അധികാരം വഴിയല്ലാതെ ഒരാളുടെ സ്വത്ത് കവർന്നെടുക്കാൻ, നിയമപരമായ അധികാരം വഴിയല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരാളുടെ സ്വത്ത് കവർന്നെടുക്കാൻ പാടുള്ളതല്ല. അത് ഭരണകൂടത്തിൻ്റെ ഏകപക്ഷീയമായ നടപടികളിൽ നിന്ന് സ്വത്തിന് സംരക്ഷണം നൽകുന്നു. എന്നാൽ പാർലമെൻറ്റ് നിയമം നിർമ്മിക്കുകയാണെങ്കിൽ സ്വത്ത് എന്ത് ചെയ്യാം, ഏറ്റെടുക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത ചോദ്യം. 1978 മേനകാ ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ സുപ്രീം കോടതി ഭരണഘടനയിലെ സുവർണ ത്രികോണം എന്ന് ചൂണ്ടിക്കാണിച്ച അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ്? ഏതാണ്? ഓപ്ഷൻ സി 14, 19, 21. എന്തുകൊണ്ടാണ്? ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ അനുച്ഛേദങ്ങളാണ് അല്ലേ സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ജീവിക്കുവാനുള്ള അവകാശം എന്നിവയാണ് സുപ്രീം കോടതി മൗലികാവകാശങ്ങളുടെ സുവർണ ത്രികോണം എന്ന് വിശേഷിപ്പിച്ചത്. ഓക്കെ, അടുത്തത്. ഭരണഘടനയുടെ അനുച്ഛേദം 25 പൗരന്മാർക്ക് മനസാക്ഷിക്കുള്ള സ്വാതന്ത്ര്യവും മതവിശ്വാസ സ്വാതന്ത്ര്യവും ഉറപ്പു നൽകുന്നു. എന്നാൽ ഇത് താഴെ പറയുന്നതിൽ ഏതിന് വിധേയമായാണ് അനുവദിച്ചിട്ടുള്ളത്? ഏതിന് വിധേയമായാണ് അനുവദിച്ചിട്ടുള്ളത്? ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ വരുന്നത്. പബ്ലിക് ഓർഡർ, മൊറാലിറ്റി, ഹെൽത്ത് ആൻഡ് അതർ പ്രൊവിഷൻസ് ഓഫ് ദിസ് പാർട്ട്. ഓക്കെ, അതായത് അനുച്ഛേദം 25 ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യം പരിധിയില്ലാത്തതല്ല. അത് പൊതുസമാധാനം, ധാർമ്മികത, ആരോഗ്യം കൂടാതെ 3-ാം ഭാഗത്തിലെ മറ്റ് മൗലികാവകാശങ്ങൾ എന്നിവയ്ക്ക് വിധേയമായി മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അംഗീകരിക്കാൻ പറ്റുള്ളൂ. അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്തത്. തെറ്റായ ജോഡി കണ്ടെത്തുക. 4 എണ്ണം ഉണ്ട്, നമുക്ക് 4 വായിച്ചു നോക്കാം. ആദ്യം ഏതാണ്? ആർട്ടിക്കിൾ 17 അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. ആർട്ടിക്കിൾ 243A അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. 29 ന്യൂനപക്ഷങ്ങളുടെ താൽപ്പര്യ സംരക്ഷണം. ഓക്കെ, പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ്. ദെൻ ആർട്ടിക്കിൾ 14 ഇക്വാളിറ്റി ബിഫോർ ലോ. തെറ്റായ ജോഡി ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാ ഇതിൽ തെറ്റായിട്ടുള്ളത്? 2 മാത്രമല്ലേ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് വരുന്നല്ലേ. 2 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. അത് 18 എന്ത് പറയുന്നത്, ബിരുദങ്ങളും പദവികളും നിർത്തലാക്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് കേട്ടോ. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ജുഡീഷ്യൽ റിട്ടായി കണക്കാക്കപ്പെടുന്നത്? ജുഡീഷ്യൽ റിട്ടായിട്ട് കണക്കാക്കപ്പെടുന്നത് ഏതാ? പ്രൊഹിബിഷൻ. എന്തുകൊണ്ടാണ്? താഴ്ന്ന കോടതികളോ ട്രൈബ്യൂണലുകളോ അവരുടെ അധികാര പരിധി ലംഘിച്ച് കേസ് നടത്തുന്നത് തടയാൻ ഉയർന്ന കോടതികൾ പുറപ്പെടുവിക്കുന്ന റിട്ടിനെയാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതെന്താണ്? പൂർണ്ണമായും ഒരു ജുഡീഷ്യൽ റിട്ടാണ്. നിർദ്ദേശക തത്വങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏത്? നോക്കിയേ, 4 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? നമുക്ക് ഓരോന്ന് നോക്കാം. നിർദ്ദേശക തത്വങ്ങൾ കോടതി മുഖേന നടപ്പാക്കാൻ സാധിക്കാത്തവയാണ്. ശരിയല്ലേ? അതെ, ശരിയാണ്. അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഇതിൽ വരുന്നതാണ്. ശരിയാണോ? ശരിയാണ്. ദെൻ യൂണിഫോം സിവിൽ കോഡ്, ഏകീകൃത സിവിൽ കോഡ്, അതിനെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ടോ? പറയുന്നുണ്ട്, ആർട്ടിക്കിൾ 44. ഇനി റൈറ്റ് ടു ഫുഡ്, ഭക്ഷണത്തിനുള്ള അവകാശം, അത് ഇതിൽ പറയുന്നുണ്ടോ? ഇല്ല, അത് ഇതിൽ പറയുന്നില്ല. അത് ഏതാണ്? നമുക്ക് വേണമെങ്കിൽ അനുച്ഛേദം 21 ഭാഗമായി സുപ്രീം കോടതി വ്യാഖ്യാനിച്ചതാണ് അല്ലേ. അതെ. അടുത്ത ചോദ്യം. ഭരണഘടനാ പ്രകാരം ഇന്ത്യൻ എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടുന്ന അംഗങ്ങൾ ആരൊക്കെ? ഇന്ത്യൻ എക്സിക്യൂട്ടീവിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്? എല്ലാവരും ഉണ്ടല്ലേ. അപ്പോൾ ഓൾ ഓഫ് ദി എബോവ് ആണ്. പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, അറ്റോർണി ജനറൽ, ദ പ്രൈം മിനിസ്റ്റർ ആൻഡ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ഇന്ത്യൻ രാഷ്ട്രപതിയെ ഇംപീച്ച്മെൻറ്റ് അതായത് അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ചെയ്യുന്നതിനുള്ള അടിസ്ഥാനം ഏതാണ്? ഏതുകൊണ്ടാണ്? ഭരണഘടനാ ലംഘനം, വയലേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ.
വയലേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അത് അനുച്ഛേദം 61 കേട്ടോ ഇംപീച്ച്മെൻറ്റ് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം പാർലമെൻറ്റിൻ്റെ റിസസ് എന്നാൽ എന്താണ്? ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. പാർലമെൻറ്റിൻ്റെ ഒരു സെക്ഷൻ അവസാനിപ്പിക്കുക അല്ലെങ്കിൽ അത് ചെയ്യുന്നതിനും പ്രൊറോഗ് ചെയ്യുന്നതിനും പിന്നെന്താണ് അടുത്ത പുതിയ സെക്ഷനായി വീണ്ടും സമ്മേളിക്കുന്നതിനും ഇടയിലുള്ള ആ കാലയളവുണ്ടല്ലോ അതാണ് റിസസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സെക്ഷൻ അവസാനിപ്പിക്കുന്നതും പുതിയ സെക്ഷനായി വീണ്ടും സമ്മേളിക്കുന്നതിനും ഇടയിലുള്ള കാലയളവാണ് റിസസ്. ഭാരതത്തിൻ്റെ സഞ്ചിത നിധിയിൽ നിന്നും പണം പിൻവലിക്കുന്നതിനും വിനിയോഗിക്കുന്നതിനും അനുമതി നൽകുന്ന ബില്ല് ഏതാണ്? അതായത് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ഏത് ബില്ല് മുഖേനയാണ് എന്നാണ് ചോദ്യം. ഏതാണ്? അപ്രോപ്രിയേഷൻ ആണ് കേട്ടോ. അതായത് ബജറ്റ് നിർദ്ദേശങ്ങൾ പാസ്സാക്കിയ ശേഷം ഒരു കൃത്യമായ തുക ചെലവഴിക്കുന്നതിന് പാർലമെൻറ്റിൻ്റെ നിയമപരമായ അനുമതി വാങ്ങുന്നതാണ് അപ്രോപ്രിയേഷൻ ബിൽ എന്ന് പറയുന്നത്. അനുച്ഛേദം 114 വഴിയാണ് കേട്ടോ അത് പറയുന്നത്. ഇന്ത്യയിൽ ജുഡീഷ്യൽ റിവ്യൂ അതിൻ്റെ അധികാരത്തിൽ നിക്ഷിപ്തമായിരിക്കുന്നത് ആരിലാണ്? ജുഡീഷ്യൽ റിവ്യൂവിൻ്റെ പവർ ഉള്ളത് ആരിലാണ്? ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കുമാണ് കേട്ടോ. അടുത്തത്, ഒരു സംസ്ഥാന ഗവൺമെൻറ് കാലാവധി തികയുന്നതിന് മുമ്പ് പദവിയിൽ നിന്നും നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഒരു സംസ്ഥാന ഗവർണറെ കാലാവധി തികയുന്നതിന് മുമ്പ് നീക്കം ചെയ്യുന്നതായിട്ട് റിലേറ്റ് ചെയ്ത് എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതാണ്. ഏതാണ്? രാഷ്ട്രപതിക്ക് നീക്കം ചെയ്യാം. പിന്നെയോ ഇംപീച്ച്മെൻറ്റ് വഴിയും അല്ലേ. ഒരു സംസ്ഥാന ഗവർണർക്ക് 5 വർഷത്തെ കാലാവധി ഉണ്ടെങ്കിലും രാഷ്ട്രപതിയുടെ പ്രീതിയുള്ളവരെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? പദവിയിൽ തുടരാനാവുകയുള്ളൂ. ഭരണഘടനയുടെ എത്രാമത് ഭേദഗതിയിലൂടെയാണ് അനുച്ഛേദം 300A കൂട്ടിച്ചേർത്തത്? എപ്പോഴും ചോദിക്കുന്നതാണ്. ഏതാണ്? 44ാമത്. 1978 44ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് കേട്ടോ. താഴെ പറയുന്നവയിൽ വാച്ച് ഡോഗ് ഓഫ് പബ്ലിക് ഫിനാൻസ് പൊതുധനത്തിൻ്റെ കാവൽക്കാരനായി പ്രവർത്തിക്കുന്നത് ആരാണ്? CAG, കംട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ ഓഫ് ഇന്ത്യ. ഭരണഘടനയുടെ 11ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അധികാര പരിധിയിൽ വരുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണ്? 11ാം ഷെഡ്യൂളിൽ ഏതൊക്കെയാണ് വരുന്നത്? ഏതൊക്കെയാണ് വരുന്നത്? 2ഉം 3ഉം അല്ലേ. 2ഉം 3ഉം 11ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ഏതൊക്കെ? കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് വരുന്നത്? വിദ്യാഭ്യാസം, വനം, വിവാഹം, ദത്തെടുക്കൽ. ഇത് 4ഉം വരുന്നതാണ്. രാജ്യസഭയുടെ അധികാരങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. രാജ്യസഭയുടെ അധികാരങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. നോക്കാം, നമുക്ക് 4 വായിച്ചു നോക്കാം. ആദ്യം, രാജ്യസഭയ്ക്ക് ധനബിൽ അവതരിപ്പിക്കാൻ അധികാരമുണ്ട്. ഭരണഘടനാ ഭേദഗതികൾക്ക് അംഗീകാരം നൽകുന്നു. സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നതിനുള്ള പ്രക്രിയകളിൽ പങ്കെടുക്കുന്നു. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള പ്രമേയം ആദ്യമായി അവതരിപ്പിക്കാൻ രാജ്യസഭയ്ക്ക് മാത്രമേ അധികാരമുള്ളൂ. തെറ്റായതാണ് കേട്ടോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ നിന്ന് ഒരെണ്ണം തെറ്റാണ്. ഏതാണത്? ഓപ്ഷൻ എ. അതായത് രാജ്യസഭയുടെ അധികാരങ്ങളിൽ തന്നിരിക്കുന്ന പ്രസ്താവനയാണ്. അതിൽ 1ാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. കാരണം രാജ്യസഭയ്ക്ക് ഒരിക്കലും ധനബിൽ ആദ്യമായി അവതരിപ്പിക്കാൻ സാധിക്കില്ല. ധനബിൽ ലോകസഭയിൽ മാത്രമേ അവതരിപ്പിക്കാനാകൂ. അടുത്ത ലാസ്റ്റ് ചോദ്യം, 25ാമത്തെ ചോദ്യം. 1946 രൂപീകരണ സമയത്ത് ഭരണഘടനാ നിർമ്മാണ സഭയിലുണ്ടായിരുന്ന ആകെ അംഗങ്ങളുടെ എണ്ണം എത്രയായിരുന്നു? 389 അല്ലേ. ക്യാബിനറ്റ് മിഷൻ പദ്ധതി പ്രകാരം 1946 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചപ്പോൾ ആകെ ഉണ്ടായിരുന്നത് 389 ആയിരുന്നു. 292 പേർ ബ്രിട്ടീഷ് പ്രവിശ്യയിൽ നിന്നും, 93 പേർ നാട്ടുരാജ്യങ്ങളിൽ നിന്നും, പിന്നെ 4 പേര് ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്നുമായിരുന്നു.
അപ്പം അങ്ങനെ 25 അല്ല 20 25 50 ചോദ്യമല്ല, ടോട്ടൽ 45 ചോദ്യമാണ് കേട്ടോ നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതും കമൻറ്റ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്